ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഇന്ന് വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പം ഞാനൊരു അടപ്പത്ത് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ രാവിലത്തേക്ക് ഉപ്പേരി വയ്ക്കണത് ചക്ക ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് വാരിയിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം അപ്പോഴേക്കും ഇവിടെ പരത്തിയതായി. അപ്പോൾ നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളതും കൂടിയിട്ടുള്ള വെള്ളയപ്പമാണ്. വേറെ കറികളൊന്നുമില്ല വെച്ചെങ്കിൽ നമുക്ക് ലൈറ്റ് മധുരമൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ വെറുതെ ആയാലും നമുക്ക് കഴിക്കാം. പക്ഷേ ഞാൻ ചമ്മന്തി അരയ്ക്കുന്നുണ്ട്, അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചക്ക ഒരു 3 വിസിലാണ് കേട്ടോ ഞാൻ അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അധികമായിട്ട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കുന്നുണ്ട്. ചിലവർക്ക് ഉപ്പേരി ആയാലും നല്ല പോലെ കുഴഞ്ഞ് ഇരിക്കണത് കുഴപ്പമില്ല, നന്നായി വെന്തിട്ടായാലും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെ നല്ല വെന്ത് വരുമ്പോൾ അത് എലിശ്ശേരിക്കാണ് കൂടുതൽ നന്നാവുക. ഞാൻ ഒരു പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു. പിന്നെ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി കൊണ്ട് വഴറ്റി മൂത്ത് വരുന്നോട് കൂടിയിട്ട് നമ്മുടെ വറ്റൽമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പേരിക്കൊക്കെയാണ് വെച്ചിങ്ങനെ, പ്രത്യേകിച്ച് ചക്കപ്പേരി അതൊക്കെ ആകുമ്പോൾ വറ്റൽമുളക് ചതച്ചത് ഇട്ടുണ്ട് വെച്ചിങ്ങനെ നല്ല ടേസ്റ്റാണ്. അത് ഏത് ഉപ്പേരിക്കായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എരി കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് നന്നായി കൊണ്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വാർത്ത് ഇങ്ങനെ കണ്ണാപ്പ പോലെയുള്ള ഈ കയ്യിലുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഊറ്റിയിട്ട് കൊടുക്കുന്നത്. വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ച് ഇടണ്ട, വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ കൊണ്ട് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കഞ്ഞിക്കായാലും നമ്മുടെ ചായക്ക് കഴിക്കാനായാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഈ ചക്കപ്പേരി മതി. ഇപ്പോൾ ഭക്ഷണം കഴിക്കായാലും ചോറ് കഴിക്കായാലും ഈ ചക്കപ്പേരി ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വയറ് നിറയെ കഴിക്കാം. പിന്നെ അടുത്ത പരിപാടി നമുക്ക് അപ്പൂനുള്ള ലഞ്ച് ബോക്സ് തയ്യാറാക്കണം. അപ്പോൾ അപ്പൂനൊന്ന് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറിന് ഒരു ഓംലെറ്റ്, പിന്നെ പുളിഞ്ചി അച്ചാർ, പിന്നെ ചക്കപ്പേരിയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ചില ദിവസം അവന് ചോറ് മതി, ചില ദിവസം എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പലഹാരം മതി എന്ന് പറയാറ്. അങ്ങനെ അപ്പു സ്കൂളിൽ പോയി ഞാനും കുഞ്ഞും കൂടി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഉച്ചത്തിൻ്റെ കൂട്ടാൻ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞുവിനെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. കുഞ്ഞു എങ്ങോട്ടാ പോണ്? മിഠായി മേടിക്കാനല്ല, അപ്പൂൻ്റെ സ്കൂളിലേക്കല്ലേ പോണത്. ആ, സൂപ്പറായിണ്ടാ? ഓക്കെ സൂപ്പറായിണ്ടാ? ആയില്ലേ, നോക്കട്ടെ. ഓ, പൊട്ടെടുക്കരുത്. ആ, പൊട്ടെടുക്കരുത്. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, നോക്കട്ടെ 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 നോക്കട്ടെ. അങ്ങനെ ഞാനും വേഗം റെഡിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഭയങ്കര ത്രില്ലിലാണ്, ചേട്ടൻ്റെ സ്കൂളിലേക്ക് പോണ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.